വായിക്കുന്നത് മിനി ബോസ്. പ്രധാന വാർത്തകൾ. പാസ്റ്റർ നോഹയുടെ പെട്ടകം പണി പൂർത്തിയായി. ഈ വർഷത്തെ കോടിപതിയായി ബ്രദർ ഇയോബിനെ തിരഞ്ഞെടുത്തു. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. 3 മാസം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണ്യ അന്ത്യം. വാർത്തകൾ വിശദമായി. നോഹയുടെ പെട്ടകം പണി പൂർത്തിയായി. ലോകത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ജലപ്രളയത്തിന് മുന്നോടിയായി കൂറ്റൻ കപ്പലിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക്. ജലപ്രളയത്തിൽ യാത്ര ചെയ്യാനായി താൻ തന്റെ 8 പേരടങ്ങുന്ന കുടുംബവും തയ്യാറാണെന്ന് കപ്പൽ നിർമ്മിതാവ് പാസ്റ്റർ നോഹ അറിയിച്ചു. ഇവരോടൊപ്പം യാത്ര ചെയ്യാൻ നിരവധി മൃഗങ്ങളുടെ ലിസ്റ്റും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പരിചയക്കാരോടും ദേശനിവാസികളോടും ഈ വിവരം അറിയിച്ചുവെങ്കിലും ആരും തന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജലപ്രളയം, ലോകാവസാനം, ന്യായവിധി ഇവയൊക്കെ നോഹയുടെ മാത്രം മൂഢചിന്തകളാണ് എന്നും കപ്പൽ നിർമ്മിക്കാൻ എടുത്ത സമയം ജീവിതം അടിച്ചു പൊളിക്കുകയാണ് വേണ്ടതെന്നും ദേശനിവാസികൾ പറഞ്ഞു. നോഹയാണോ പരിസരവാസികളാണോ ശരിയെന്ന് കാത്തിരുന്നു കാണാം. ഈ വർഷത്തെ കോടിപതിയായി ബ്രദർ ഇയോബിനെ തിരഞ്ഞെടുത്തു. ഊസ് ദേശത്തെ ബൈബിളുടെ മാസികയുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ കോടിപതിയായി സഹോദരൻ ഇയോബിനെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ ശക്തമായ സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് കനത്ത നാശനഷ്ടം തനിക്ക് നേരിടേണ്ടി വന്നുവെങ്കിലും ദൈവം തന്നെ അനുഗ്രഹിച്ചു തന്റെ സമ്പത്തിനെ ഇരട്ടിയാക്കിയതായി ഇയോബ് ഊസ് ദേശത്തിലെ പ്രസ് ക്ലബിൽ വെച്ച് വാർത്താലേഖകരോട് വ്യക്തമാക്കി. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം യെരുശലേമിൽ നിന്ന് ഗസയിലേക്ക് ഉള്ള വഴിയിൽ നിർജ്ജന പ്രദേശത്ത് വെച്ച് ഒരാൾ ഷണ്ണനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി ചില ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചു. എത്യോപ്യ പട്ടാളം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയെ തുടർന്ന് എത്യോപ്യ രാജ്ഞി കനത്ത സുരക്ഷാ സേന ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അല്പം മുമ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ട് തന്നെ ആരും മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതല്ല, ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ തന്നോട് സുവിശേഷം പറഞ്ഞതനുസരിച്ച് തന്റെ പൂർണ്ണ സമ്മതത്തോടെ സ്നാനം എന്ന കർമ്മം അവിടെ അനുഷ്ഠിക്കാൻ മാത്രമാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കിയുണ്ടായി. സുരക്ഷാ സേനയെ പിരിച്ചുവിട്ടതായി ഞങ്ങളുടെ വാർത്തയിലേക്ക് റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ജനഹൃദയങ്ങളുടെ സ്പന്ദനമറിയുന്ന ആതുര സേവന രംഗത്ത് ജനപ്രീതിയാർജിച്ച വിശിഷ്ട സ്ഥാപനം BMC വെച്ചൂച്ചല, DMC തടിയൂർ, MMC അത്തിക്കയം, KMC മുട്ടപ്പള്ളി, റാഫ മാമുക്ക് റാന്നി. കൺസൾട്ടിംഗ് ഡോക്ടർ മനു എം വർഗീസ്, ഡോക്ടർ ലിലിയ മനു, ഡോക്ടർ മെൽവിൻ വർഗീസ്, ഡോക്ടർ കീർത്തി മരിയ വർഗീസ്. കണ്ടെത്തി. ഈജിപ്തിൽ 3 മാസം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞിനെ നൈൽ നദിയുടെ തീരത്ത് ഒരു പെട്ടിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഈജിപ്തിലെ രാജാവായ ഫറവോന്റെ മകളാണ് ഈ കാഴ്ച ആദ്യമായി കണ്ടത്. ശിശുവിനെ ദത്തെടുത്ത ശേഷം പാലൂട്ടി വളർത്താനായി സ്വന്തം മാതാവിനെ ഏൽപ്പിക്കുകയും 5 വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊട്ടാരത്തിൽ ഹാജരാക്കുകയും വേണമെന്ന് ഫറവോന്റെ ഭടന്മാർ അറിയിച്ചു. ഈ കുട്ടി തനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് എന്നും ഇവന് വളരുമ്പോൾ വലിയ ആളായി തീരുമെന്നും രാജകുമാരി പറഞ്ഞതായി തോഴിമാർ ബൈബിൾ നെറ്റ് ന്യൂസിനോട് അറിയിച്ചു. വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾ ദാരുണ്യ അന്ത്യം. വിവാദമായ വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച് അനന്യാസിന്റെയും സഫീറയുടെയും കള്ളത്തരം അപ്പോസ്തലവൃത്തം കൈയോടെ പിടിച്ചു. വസ്തു വിറ്റുകിട്ടിയ മുഴുവൻ തുകയും ഇവർ അപ്പോസ്തലരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ തുകയിൽ വൻ അട്ടിമറി നടത്തി ബാക്കി തുക മാത്രം ഡിപ്പോസിറ്റ് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഇവർ പിടിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഒഴിഞ്ഞു വീണു മരിച്ചു. പിന്നെ കുറെ യുവാക്കൾ ചേർന്ന് ഇവരുടെ ശവസംസ്കാരം നടത്തി. സംഭവത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം പറയരുതെന്നും അപ്പോസ്തലന്മാർ ഓർപ്പിച്ചു. ലോക്കൽ ന്യൂസ്. ഞങ്ങളുടെ പ്രതിനിധികൾ കേരളത്തിലെ വിവിധ ചർച്ചുകൾ സന്ദർശിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ. ആരാധന സമയങ്ങളിൽ ചില വിശ്വാസികൾ ഗാഠനിദ്രയിലാകുന്നുവെന്നും അത് കാരണം തലകൾ
വാഹനങ്ങളുടെ ഹെൽമറ്റുകൾ നിർബന്ധമാക്കാൻ ആലോചന. സ്തോത്രകാഴ്ച പാത്രയിൽ 10 രൂപ നോട്ടിന്റെ വൻ വർധനവാണ് എന്നും വലിയ നോട്ടുകൾ കാണാനില്ലാത്ത കാരണം സാമ്പത്തിക പ്രതിസന്ധിക്ക് സാധ്യതയുള്ളതിനാൽ 10 രൂപ നോട്ടിന്റെ നിരോധനം ഉടൻ ഉണ്ടായേക്കാം. IPC ബദോൾ ALD സഭ സന്ദർശിച്ചപ്പോൾ പാസ്റ്റർ കോശി കുര്യൻ തന്റെ ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് മറ്റൊരു സഭയുടെ ചാർജ് ഏറ്റെടുക്കാൻ പോകുമെന്ന് അറിവ് കിട്ടി. വചന പാണ്ഡിത്യത്തിലൂടെയും വ്യക്തിപരമായി എല്ലാവരോടും അടുപ്പം നിലനിർത്തിയും സഭയെ കഴിഞ്ഞ 3 വർഷം നയിക്കുവാൻ സാധിച്ചു. സഭ ഒന്നടക്കം തന്റെ പ്രവർത്തനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. കൂടാതെ IPC ഏലോലി സഭയിൽ ഏപ്രിൽ 6-ന് എല്ലാവരും കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഭരണസമിതിയിൽ ഈ വർഷമെങ്കിലും മാറ്റം സംഭവിക്കുമോ? നോക്കിയിരുന്ന് നമുക്ക് കാണാം. ഇതോടെ ലോക്കൽ വാർത്ത അവസാനിച്ചു. ഇടവേളയ്ക്ക് ശേഷം കായിക വാർത്തകൾ. രുചികരമായ നാടൻ സദ്യകൾക്ക് സമീപിക്കുക VM തോമസ് വട്ടപ്പാറ. VM തോമസ് വട്ടപ്പാറ. ഫോൺ 9495837253. മായമില്ലാത്ത തേനികൾക്ക് സമീപിക്കുക PS സാമുൽ പുതുപ്പറമ്പിൽ കരിയമ്പള. PD ജോൺസൺ പെരുന്നള്ളൂർ കണ്ണൻപേരൂർ. സ്പോർട്സ് വാർത്ത. ഈ വർഷത്തെ ഷൂട്ടർ അവാർഡ് ദാവീദിന്. ഇന്നുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ് ഭേദിച്ച് ഇസ്രായേലിന്റെ ഷൂട്ടർ അവാർഡ് ദാവീദ് കരസ്ഥമാക്കി. അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ വെറും 1000 പേരെ മാത്രമേ കൊല്ലുവാൻ സാധിച്ചു. എന്നാൽ ദാവീദ് 10,000 പേരെ കൊന്നുകൊണ്ടാണ് അവാർഡ് അർഹനായത്. വേൾഡ് മാരത്തോൺ തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഓട്ട മത്സരത്തിന് വയസ്സൊരു നിബന്ധനയല്ല. ചിലർ തുടക്കത്തിലും ചിലർ പകുതി വഴിയിലും വെച്ച് പിന്മാറുന്നു. എന്നാൽ വളരെ ചുരുക്കം പേർ ഫിനിഷിംഗ് പോയിന്റ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാലാവസ്ഥ. കിങ്ഡം ഓഫ് സ്റ്റേറ്റിലെ കാലാവസ്ഥ പറയുന്നതിനായി മിസ്റ്റർ ധനവാൻ ഞങ്ങളോടൊപ്പം ലൈനിൽ ചേരുന്നു. മിസ്റ്റർ ധനവാൻ, എന്താണ് അവിടുത്തെ കാലാവസ്ഥ? ഒന്ന് വിശദീകരിക്കാമോ? ഹലോ, ഞാൻ കിങ് ഓഫ് സ്റ്റേറ്റ്സിൽ നിന്ന് ധനവാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേൾക്കാമോ? കേൾക്കാമല്ലോ. മാം, ഇവിടെ ഏറ്റവും കുറഞ്ഞ താപനില 100 ഡിഗ്രിയാണ്. എന്നാൽ ഇവിടെ മനുഷ്യനോ പുഴുക്കളോ ചാവുന്നില്ല. എവിടെ നോക്കിയാലും തീ മാത്രമാണ് മാം ഇവിടെ കാണുന്നത്. ഭക്ഷണമോ വെള്ളമോ ഇവിടെ ലഭ്യമല്ല. എന്നാൽ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് ഒട്ടും തന്നെ കുറവില്ല. 1000 അടങ്ങുന്ന ഫ്ലൈറ്റുകളാണ് ഇവിടേക്ക് ദിനംപ്രതി ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം, പിടിച്ചുപറി, കള്ളത്തരം, അടിപിടി മുതലായവ ചെയ്തിട്ടുള്ളവർക്കാണ് ഇവിടെ മുൻഗണന. ഇത്രയുമാണ് മാം ഇവിടുന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വളരെ നന്ദി ധനവാൻ. കിങ്ഡം ഓഫ് സ്റ്റേറ്റ് താമസയോഗ്യമല്ലാത്ത സ്ഥലമാകിയാൽ അവിടേക്കുള്ള മൈഗ്രേഷൻ ദയവായി നിർത്തണമെന്ന് ഞങ്ങളുടെ ക്രിസ്ത്യൻ ബോർഡ് ജനങ്ങളോട് അപേക്ഷിക്കുന്നു. കിങ്ഡം ഓഫ് ഹെവനിലെ കാലാവസ്ഥ പറയുന്നതിനായി മിസ്റ്റർ ലാസർ ഞങ്ങളോടൊപ്പം ലൈനിൽ ചേരുന്നു. മിസ്റ്റർ ലാസർ, എന്താണ് അവിടുത്തെ കാലാവസ്ഥ? ഒന്ന് വിശദീകരിക്കാമോ? ഹലോ മാം, കേൾക്കാവോ? കേൾക്കാമല്ലോ. ഹലോ മാം, ഇത് മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ വളരെ ശാന്തതയും മനസ്സിൽ കുളിർമഞ്ഞിരുന്ന ഒരു സ്ഥലമാണ്. മറ്റൊരു രാജ്യത്ത് ഈ ഒരു സ്ഥലം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ സ്ഥലത്തെ സൂചിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ്. ഞാനും ഇവിടെ തന്നെ സ്ഥിരമായി കൂടിയാലോ ഞാൻ തന്നെ ആലോചിക്കുകയാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാവാം ഇങ്ങോട്ടുള്ള ജനങ്ങളുടെ മൈഗ്രേഷൻ വളരെ കുറവാണ്. കിങ്ഡം ഓഫ് ഹെവനിൽ നിന്നും ക്യാമറമാനൊപ്പം ലാസർ. വളരെ നന്ദി ലാസർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാസ്റ്റർ നോഹയുടെ പെട്ടകം പണി പൂർത്തിയായി. ഈ വർഷത്തെ കോടിപതിയായ ബ്രദർ ഇയ്യോബിനെ തിരഞ്ഞെടുത്തു. എത്യോപ്യയിലെ ശകനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. 3 മാസം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികളുടെ ദാരുണ്യ അന്ത്യം. പ്രധാന